Sir, Good morning, Miss Fatima. സാറിന്റെ വീഡിയോ ഓൺ ആവല്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് റീജോയിൻ ചെയ്തോട്ടെ. Good morning. Good morning, sir. Morning, sir. Morning, sir. Morning, sir. Yes, good morning. Silent prayer എടുക്കും. Okay, naming the rules ഒക്കെ നോക്കി. Nomenclature of hydrocarbons. Abia. Sir. What are the rules to name an organic compound? Unbranched organic compound. Sir. Unbranched. What are the rules to name an unbranched hydrocarbon? Number of carbon atoms, nature of chemical bond between the carbon atoms. Suppose an element with 5 carbon atoms are given. All of the bonds are single bonds. Then എന്താണ് അതിന്റെ പേര്? Pentane. Pentane. Okay. Al-Shifa. What are the rules to name an organic compound with a branched hydrocarbon? Identify temper Identify main chain main chain. Okay. number to the right select lowest branch Select the lowest number containing branch. Continue. number plus hyphen branch two plus suffix. അൽഷിഫയുടെ സൗണ്ട് ക്ലിയർ അല്ലായിരുന്നു കേട്ടോ, ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. എന്താ മൈക്ക് ശരിയല്ലേ? എന്തെങ്കിലും മിറേഴ്സ് ഉണ്ടെങ്കിൽ അത് ശരിയാക്കണം കേട്ടോ. ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ആയിക്കണം സൗണ്ട് നോക്കിയിട്ടൊക്കെ. അച്ചു സാറാ? Yes, sir. ഒരു കോമ്പൗണ്ട് എഴുതാം. Name this compound. Name this compound. പറഞ്ഞോ. ഞാൻ എഴുതി നോക്കിയോട്ടെ സാർ. എന്റെ കൂടെ പറഞ്ഞു എന്താ ചെയ്യേണ്ടത് ആദ്യം. അതിന് നമ്പർ കൊടുക്കണം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. Identify the main chain.
മെയിൻ ചെയിൻ ഏതതില്? CH3 CH2 CH3. ഇതാണോ മെയിൻ ചെയിൻ? ഓക്കെ, അത് എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് അതിന് നമ്പർ കൊടുക്കണം. ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും. ഓക്കെ, നമ്പർ ചെയ്തു. അത് കഴിഞ്ഞിട്ടോ? അതിന്റെ ലോവസ്റ്റ് നമ്പർ ബ്രാഞ്ചില് അവിടെ ഉള്ള കാർബണിന്റെ ലോവസ്റ്റ് നമ്പർ സെലക്ട് ചെയ്തു. 2. ഇനി പേര് പറഞ്ഞു. 2 മീഥൈൽ ബ്യൂട്ടൈൽ. പേരിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടോ? ഇനി നെയിമില് കുറവുണ്ടോ? എന്തെങ്കിലും തെറ്റിപ്പോയോ? 2 കഴിഞ്ഞ 2 ഹൈഫൺ മീഥൈൽ ബ്യൂട്ടൈൽ. നമുക്ക് അടുത്ത കുറച്ച് പ്രോബ്ലംസിലേക്ക് പോകാം. നമ്മളിപ്പോ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം എല്ലാവരും എഴുതിക്കോട്ടോ. ചെയ്തോ. ആൻസർ കിട്ടിയെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. പെട്ടെന്ന് കിട്ടൂട്ടോ, സമയമൊന്നും അധികം വേണ്ടത്. ടൈം കൊണ്ട് മതിയോ? മുകളിലേക്ക് വന്നില്ല ആണോ? എനിക്ക് അല്ലീന ഏതാ മെയിൻ ചെയിൻ? താഴേന്ന് റൈറ്റിലോട്ട്. നമുക്ക് ആദ്യം ചെയിൻസ് ഒക്കെ ഒന്ന് നോക്കാം. നോക്കി, ഇതൊരു ചെയിനാണ്, ഇതൊരു ചെയിനാണ്, ഇതിന് താഴെ വരച്ച ചെയിനാണ്. 3 ചെയിൻ ഉണ്ട്. ഇതിൽ ഏതാണ് മെയിൻ ചെയിൻ? ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ളത്. ഈ ചെയിൻ ഹാവിംഗ് മോർ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. അപ്പൊ ഫസ്റ്റ് ചെയിനിൽ 4 കാർബൺ ആറ്റം ഉണ്ട്. ഞാൻ സെക്കൻഡ് വരച്ച ചെയിനിൽ 3 കാർബൺ ആറ്റം ഉണ്ട്. ദെൻ തേർഡ് ചെയിനിലും 4 കാർബൺ ആറ്റംസ്. അപ്പൊ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ ഇതെടുക്കാം. 2 ചെയിൻ എടുത്താലും നെയിം സെയിം ആയിരിക്കും കേട്ടോ, പേര് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോ അലീന പറഞ്ഞ ഇതിനെ എടുക്കുവാണ്. ഞാൻ ഇത് ചെയിൻ ആയിട്ട്, ഇത് മെയിൻ ചെയിൻ ആയിട്ട്. ഇനി നെയിം ചെയ്തോ, ബാക്കി ചെയ്തോ, ബാക്കി പറഞ്ഞോ അലീന. സ്റ്റെപ്സ് പറ. എന്ത് ചെയ്യണം? മെയിൻ ചെയിൻ കണ്ടുപിടിച്ചു. നമ്പർ ചെയ്യുമ്പോ എന്താണ് CH3 ആയിരിക്കും ബ്രാഞ്ച്, ലെഫ്റ്റിലുള്ള CH3 ആയിരിക്കും ബ്രാഞ്ച്. അതില് നമ്മള് ഒരു മിനിറ്റ് നമ്പർ ചെയ്യട്ടെ. 1 2 3 4 ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ നമ്പർ കിട്ടി. ഇത് തിരിച്ച് എല്ലാവർക്കും മനസ്സിലാവണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അത് സ്ലോയിൽ പോണത്. സ്പീഡ് ആയി കഴിഞ്ഞാൽ ഇത് പറയേണ്ട ഒരു ആവശ്യമില്ല. 1 2 3 4. വേറെ കളർ യൂസ് ചെയ്യാല്ലേ? കൺഫ്യൂഷൻ ആയി. 1 2 3 4. ഓക്കെ, അപ്പൊ ബ്രാഞ്ച് വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. താഴെ നിന്ന് റൈറ്റിലോട്ടുള്ളതാണ് മെയിൻ ചെയിൻ, ബോക്സിൽ വരച്ചേക്കുന്നത്. ഇതാണ് ബ്രാഞ്ച്. ബ്രാഞ്ച് വന്നേക്കുന്ന കാർബൺ ആറ്റം എന്ന് പറയുന്നത് ഇതാണ്. അതിൽ ലോസ് നമ്പർ ഏതാ അലീന? 2 ആണ്. 2 ആണ് ലോസ് നമ്പർ. നോക്കി, 3ഉം 2ഉം വന്നിട്ടുണ്ട്. അതിലുള്ള ലോസ് നമ്പർ എടുക്കണം. ഇവിടെയാണ് പലർക്കും തെറ്റിപ്പോകാൻ കേട്ടോ. എല്ലാവരും ഇത് എടുത്തു കൊടുക്കും. 3 എടുത്തു വെക്കും. 3 എടുത്തു വെച്ച് തെറ്റിപ്പോകും. 2 സൈഡിലൂടെ നമ്പർ ചെയ്യണം, അത് മറന്നു വരും. 2 സൈഡിലൂടെ നമ്പർ ചെയ്തിട്ട് വേണം അതിൽ ലോസ് നമ്പർ എടുക്കണം. അതിൽ ലോസ് നമ്പർ 2 ആണ്. ഇനി ബാക്കി എല്ലാം എളുപ്പമാണ്. 2 ഇടണം. ബ്രാഞ്ചിന്റെ പേര് പറഞ്ഞേ. 2 മീഥൈൽ
ബ്യൂട്ടേൻ. മെയിൻ ചെയിൻ ഏതാ? ബ്യൂട്ടൈൻ. ഈ കോമ്പൗണ്ട് തന്നെയാണ് ഈ മുകളിൽ എഴുതിയിരിക്കുന്ന അതേ കോമ്പൗണ്ട് തന്നെയാണ്. സെയിം കോമ്പൗണ്ടാ. നോക്കി എന്തുകൊണ്ടാ? അവരുടെ പേര് സെയിം ആണ്. പക്ഷെ എന്താ വ്യത്യാസം? എഴുതിയേക്കുന്ന രീതി മാറിപ്പോയെന്നുള്ളൂ. എഴുതിയേക്കുന്ന സ്റ്റൈല് മാറിപ്പോയി. രണ്ട് കോമ്പൗണ്ടും സെയിം ആണ്. ഞാൻ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞായിരുന്നോ? CH3 CH2 CH3 ഈ രണ്ട് കോമ്പൗണ്ടും സെയിം ആണെന്ന് പറഞ്ഞായിരുന്നോ ഞാൻ? ഓർമ്മയുണ്ടോ? സിമെട്രിക് എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? മിറർ ഇമേജ്. അതിന് നിങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കണമെങ്കിൽ ഇത്ര ഉള്ള ഐഡിയ. ഈ ഒരു ബോട്ടിലായിട്ട് നിങ്ങൾ നോക്കിക്കോ. ഈ ഒരു ബോട്ടിലിൽ ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ എന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ക്യാപ്പ് ഉള്ളത്. എന്റെ ലെഫ്റ്റ് സൈഡിൽ. നിങ്ങൾ അവിടെ നോക്കുമ്പോൾ ഏത് സൈഡിലാണ് നിങ്ങളുടെ ക്യാപ്പ് കാണുന്നത്? റൈറ്റ് സൈഡ് അല്ലേ? എനിക്ക് ഇവിടെ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡാണ്, നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ റൈറ്റ് സൈഡാണ്. ഇത് തന്നെ നിങ്ങൾ ഇതിലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തേ. ഈ ഏതെങ്കിലും കോമ്പൗണ്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തേ. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഡബിൾ ബോണ്ട് റൈറ്റ് സൈഡിലായിരിക്കും, മറ്റേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഡബിൾ ബോണ്ട് ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ പേപ്പറിൽ എഴുതുന്ന കോമ്പൗണ്ട് ഒന്നും അല്ല. ഒറിജിനലി കോമ്പൗണ്ട് ഇങ്ങനെ സ്പേസിൽ ഇങ്ങനെ ഇരിക്കും. ഒരു കാർബൺ ഇത്ര ഹൈഡ്രജൻ ഇങ്ങനെ ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ടാവും. ഇങ്ങനെ സ്പേസിൽ ഉണ്ടാവും. അത് വെരി മൈന്യൂട്ട് ആയിരിക്കും എന്നുള്ളൂ, നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളൂ. സ്പേസിലാണുള്ളത്, 3 ഡയമെൻഷണൽ സ്പേസിലാണുള്ളത്. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ബോട്ടിൽ കൊണ്ടു നോക്കുന്ന പോലെയാണ് അത്രയും ചെറിയ സ്പേസിൽ ഈ മോളിക്യൂൾസ് ഇരിക്കുന്നത്. മോളിക്യൂൾസ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നേരെ നോക്കാം, ബാക്കിൽ നിന്ന് നോക്കാം. 3Dയിലല്ലേ? ഈ കുപ്പീനെ ഇവിടെ നിന്ന് നോക്കാം, എനിക്ക് അവിടെ പോയി അവിടെ നിന്ന് നോക്കാം. ഇത് തന്നെയാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഈ കോമ്പൗണ്ട് 3D ആണ്. 3Dയിൽ ഇങ്ങനെ സ്പേസിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഒരു സൈഡിൽ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ കാണും, മറ്റേ സൈഡിൽ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണും. എഴുതുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടി ഉണ്ടെന്നുള്ളൂ. രണ്ടും സെയിം കോമ്പൗണ്ട് ആണ് കേട്ടോ. ഒരു കൺസെപ്റ്റ് ആവശ്യമുണ്ട് നമുക്ക്. ഇനി ഇതിന്റെ നെയിമിങ് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെയിം ചെയ്ത് കഴിയുമ്പോൾ രണ്ട് നെയിം സെയിം ആയിരിക്കും. ഇനി ഈ കോമ്പൗണ്ട് നോക്കിക്കേ, നമ്മളിപ്പോ എഴുതിയ കോമ്പൗണ്ട്. ഇപ്പൊ എഴുതിയ കോമ്പൗണ്ടിനെ ഒന്ന് നമ്മളിന്ന് ഇത് ചെയ്യുവാണ്, റൊട്ടേറ്റ് ചെയ്യുവാണ്. ഞാൻ ഇതിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒന്ന് ലെഫ്റ്റിലോട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ കോമ്പൗണ്ട് തന്നെയാകും അത്. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഇമാജിൻ ചെയ്ത് നോക്കിയാൽ, ഞാൻ ഇങ്ങനെ ക്ലോക്ക് വൈസ് ടിൽറ്റ് ചെയ്തിട്ട് ഇതിനെ ഇവിടെ കൊണ്ടുവന്നു. നിങ്ങൾ ഐഡിയ വരെയായിട്ട് ചിന്തിച്ചാൽ മതി, മനസ്സിലാവും നിങ്ങൾക്ക്. ക്ലോക്ക് വൈസ് ടിൽറ്റ് ചെയ്തിട്ട് അതിന് പിന്നെ ലെഫ്റ്റിലോട്ട് തിരിച്ചു. ലെഫ്റ്റിലോട്ട് തിരിച്ച് ചെയ്യുമ്പോൾ സെയിം കോമ്പൗണ്ട് ആവും. എന്ന് പറഞ്ഞാൽ പേര് സെയിം ആയി കഴിഞ്ഞാൽ രണ്ടും കോമ്പൗണ്ടും സെയിം ആണ്. അതിന്റെ ഓറിയന്റേഷൻ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ സ്പേസിൽ. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ നോക്കാം. നെയിം ചെയ്തു. കഴിഞ്ഞല്ലേ? അതിനോട് ഹാൻഡ് റൈസ് ചെയ്തോ. വോയിസ് ആരും കഴിഞ്ഞില്ലേ? എല്ലാരും സ്ലോ ആണോ? ഓക്കെ. അമാന സോലയ സ്റ്റെപ്സിന്റെ ബേസിൽ പറഞ്ഞു കേട്ടോ. അതെന്ത് ചെയ്യണം? കുറച്ചുകൂടി ലൗഡർ ആയിട്ട് പറയാം. സൗണ്ട് കുറവാണ്. മൈക്ക് അടുത്താണോ?
ഹെഡ്ഫോൺസ് യൂസ് ചെയ്യല്ലേ? ഇല്ല. ഇല്ല, എന്നാ കുറച്ച് ഉറക്കെ പറ കേട്ടോ. പറഞ്ഞോ. മെയിൻ ചെയിൻ. മെയിൻ ചെയിൻ സെലക്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ചെയിൻസ് എല്ലാം നോക്കണം. Okay. ഇതൊരു ചെയിനാണ്, ഇതൊരു ചെയിനാണ്, ഇതൊരു ചെയിനാണ്. അങ്ങനെ പറഞ്ഞ ഏതാണ് ലാർജസ്റ്റ് ചെയിൻ, ലോങ്സ്റ്റ് ചെയിൻ ഏതാണ്? CH2 CH3 മോളിത്തെ മുകളിൽ നിന്നുള്ള നേരെയുള്ളതാണോ? ആ ആ ഓക്കെ. നമുക്ക് എല്ലാത്തിലും നമ്പേഴ്സ് ഒന്ന് നോക്കാം. ലെഫ്റ്റിന്ന് താഴത്തോട്ട് വരച്ചിരിക്കുന്ന ചെയിനിൽ 1 2 3 4 5 5 കാർബണാറ്റം. ലെഫ്റ്റ് ടു റൈറ്റ് സ്ട്രൈറ്റ് വരച്ചിരിക്കുന്ന ചെയിനിൽ 1 2 3 4 5 6 കാർബണാറ്റംസ്. റൈറ്റിന്ന് ബോട്ടത്തിലോട്ട് വരച്ചിരിക്കുന്നതിൽ 1 2 3 4 5 6 അതിലും 6 ഉണ്ട്. 6 ആണ് ഏറ്റവും കൂടിയത്. 6ൽ തന്നെ 2 എണ്ണം ഉണ്ട്. അതിൽ ഏതെടുത്താലും സെയിം പേര് തന്നെ വരുള്ളൂ. അപ്പൊ ഞാൻ നമ്മുടെ എളുപ്പത്തിന് ഇതിനെ ലോങ് ചെയിൻ ആയിട്ട് എടുക്കും. സ്ട്രെയിറ്റ് ചെയിന് ലോങ് ചെയിൻ ആയിട്ട്, നേരെയുള്ള ചെയിന് ലോങ് ചെയിൻ ആയിട്ട് എടുക്കും. അമ്മ അങ്ങനെ പറഞ്ഞോ. ബാക്കി എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. ലെഫ്റ്റ് റൈറ്റ് നമ്പർ ചെയ്തു. അത് തന്നെ കേട്ടോ. നമ്പർ ചെയ്തു. അത് കഴിഞ്ഞിട്ടോ ലോവസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യണം. 3. ബ്രാഞ്ച് വന്നേക്കണ കാർബണാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് ബ്രാഞ്ച്. ലോവസ്റ്റ് നമ്പർ എത്രയാ? 3. നെയിം പറഞ്ഞോ. 3 ഹെക്സൈൻ. 3 മീഥൈൽ ഹെക്സൈൻ. ശരിയാണോ? മീഥൈൽ ഈത്തൈലാണ് കേട്ടോ. ഈത്തൈലാണ് കേട്ടോ. ഈത്തൈൽ എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ കേട്ടോ. 3 ഈത്തൈൽ. 3 ഈത്തൈൽ ഹെക്സൈൻ. മൂന്നാമത്തെ പൊസിഷനിൽ ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിന്റെ പേര് 2 കാർബണാറ്റം ഉള്ള ബ്രാഞ്ചാണ്. 2 കാർബണാറ്റം വന്നു കഴിയുമ്പോൾ ഈത്ത് എന്ന് വരും. ഞാനൊരു വൈയിൽ ചേർക്കാൻ പറ്റും. 2 കാർബണാറ്റം ഉള്ളതുകൊണ്ട് ETH വരും. ദെൻ വൈയിൽ ഈത്തൈൽ. മെയിൻ ചെയിനിൽ 6 കാർബണാറ്റം ഉണ്ട്. മെത്തേത്ത് പ്രോപ്പർ ബ്യൂട്ട് പെന്റ് ഹെക്സ്. 6 കാർബണാറ്റത്തിന് ഹെക്സ് വരും. ഹെക്സൈൻ. ഡൗട്ടാണോ? അതെല്ലോ മീഥൈലാ വന്നത്. അല്ല നോക്കി, ഒരു കാർബണാറ്റേ ഉള്ളൂ ഇവിടെ. ഒറ്റ കാർബണാറ്റല്ലേ ഉള്ളൂ. സൈഡിൽ ബ്രാഞ്ച് നോക്കണം. ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. നോക്കി അൽഹ, ഇത് നോക്കി. ഇത് ലോങ് ചെയിൻ. ലോങ് ചെയിനിൽ 6 കാർബണാറ്റം ഉണ്ട്. ലോങ് ചെയിനിൽ ഈ കാർബണാറ്റത്തിൽ നിന്നാണ് ബ്രാഞ്ച് വന്നത്. ആ ബ്രാഞ്ചിൽ തന്നെ 2 കാർബണാറ്റം. അങ്ങനെ നോക്കുന്നത്. ബ്രാഞ്ചിൽ എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കുന്നത്. ബ്രാഞ്ചിൽ 2 കാർബണാറ്റം ഉള്ളതുകൊണ്ട് ETH വരും. ETHYL ഈത്തൈൽ. ദെൻ മെയിൻ ചെയിനിൽ 6 കാർബണാറ്റം ഉണ്ട്. ഹെക്സ് ANE. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഡബിൾ ബോണ്ട് നിങ്ങൾ പഠിക്കണില്ല കേട്ടോ. ഡബിൾ ബോണ്ട് ഉള്ള ബ്രാഞ്ച് പഠിക്കണില്ല. +1 വരുന്നുണ്ട്. ഡബിൾ ബോണ്ട് ഉള്ള ബ്രാഞ്ച് ഉണ്ട്. ട്രിപ്പിൾ ബോണ്ട് ഉള്ള ബ്രാഞ്ച് ഉണ്ട്. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒരുമിച്ച് തന്നെ കോമ്പൗണ്ട് ആണ്. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ബ്രാഞ്ചും ഒരുമിച്ച് തന്നെ കോമ്പൗണ്ട് ആണ്. കൺഫ്യൂസിംഗ് ഒന്നുമല്ല. ഇത് സിമ്പിൾ കാര്യങ്ങൾ മനസ്സിലായി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ടുള്ളതൊക്കെ മനസ്സിലാവും. എന്നാണ് ഇവിടെ നിന്ന് ഈ 10th ഇത് മൊത്തം ക്ലിയർ ആയിട്ട് പോകണം. ഇവിടുന്ന് തൊട്ടും സംശയം ഉണ്ടാവാൻ പാടില്ല. +1 വരുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, എന്തുകൊണ്ടാണ് ETHYL എന്ന് വന്നതെന്ന്. അതിന് റീസൺ ഉണ്ട്. പക്ഷെ ആ റീസൺ ചോദിക്കൂല. എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊന്നും ഇല്ല. ഞാൻ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞുതരാം. ഇത് പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ. ഈ ഒരു കോമ്പൗണ്ട് എടുത്തേ, CH4. CH4ന്റെ പേരെന്താ? CH4ന്റെ പേര് മീതെയിൻ എന്നാണ് കേട്ടോ. മീതെയിൻ. സംശയമാണോ? ഒരു കാർബണാറ്റം സിംഗിൾ ബോണ്ട് ANE മീതെയിൻ വരും. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയോ? ഈ മീതെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്തു. -1 ഹൈഡ്രജൻ. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? CH4ൽ നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് എന്ത് കിട്ടും? CH3 കിട്ടും. CH3 ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ടിന്റെ കുറവുണ്ട്. അതുകൊണ്ട് ഒരു ബോണ്ട് ഞാൻ അവിടെ ഇട്ടു. ഇതാണ് CH3. ഇതാണ് നിങ്ങൾക്ക് ബ്രാഞ്ച് ആയിട്ട് വരുന്നത്.
ഈ ബ്രാഞ്ചിന്റെ പേരെന്തായിരുന്നു? മീത്തൈൽ. മീത്തൈൽ. ഇതിനെ പറയുന്ന പേര്, ഈ CH3 പറയുന്ന പേരാണ് ആൽക്കൈൽ റാഡിക്കൽ. ആൽക്കൈൽ റാഡിക്കൽ. ഇനി ഇങ്ങനെ ഒരു റൂൾ ഉണ്ട് ഓർഗാനിക് കെമിസ്ട്രിയിൽ. ഒരു ആൽക്കീനിന്ന് ഒരു ഹൈഡ്രജൻ മൈനസ് ചെയ്താൽ, ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്താൽ നമുക്ക് ആൽക്കൈൽ കിട്ടും. ഇതാണ് ആൽക്കെയിൻ. ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ മീത്തൈൻ ആണ്. മീത്തൈനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ മൈനസ് ചെയ്താൽ ആൽക്കൈൽ കിട്ടും. സിമിലർലി ഞാൻ ഈ കോമ്പൗണ്ട് എടുത്തു. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? കോമ്പൗണ്ടിന്റെ പേര്, 2 കാർബൺ ആറ്റം സിംഗിൾ ബോണ്ട്, പേരെന്താ? ഈത്തൈൻ. സിംഗിൾ ബോണ്ട് ANE, ഈത്തൈൻ. ഇതിൽ നിന്ന് ഞാനൊരു ഹൈഡ്രജൻ മൈനസ് ചെയ്തു, -1 ഹൈഡ്രജൻ. എന്ത് കിട്ടും? ഒരു ഹൈഡ്രജനെ കുറിച്ചുള്ളൂ. നോക്കി, അപ്പൊ ഇവിടുന്ന് പോകാം, ഒന്നല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോകാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോകാം. ഒരു ഹൈഡ്രജനെ മൈനസ് ചെയ്തു, ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്തു, CH2 CH3. അപ്പൊ ഇവിടെ ഒരു ബോണ്ട് ബാക്കി വരുമല്ലോ. ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഒരു ബോണ്ട് ബാക്കി വരില്ലേ? ഓക്കെ, ഇതിന്റെ പേരെന്തായിരുന്നു? നമ്മൾ ഇപ്പൊ കണ്ടു, ഈത്തൈൽ. എത്രേ ഉള്ളൂ? ഈത്തൈനിന്ന് ഒരു ഹൈഡ്രജൻ മൈനസ് ചെയ്താൽ ഈത്തൈൽ. ആൽക്കൈൽ എന്നാണ് ഇവരുടെ കോമൺ ആയിട്ടുള്ള പേര് വരുന്നത്, ആൽക്കൈൽ റാഡിക്കൽ. മനസ്സിൽ ഇങ്ങനെ ഇരുന്നാൽ മതി, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്നും ചോദിക്കില്ല കേട്ടോ. ആ പേര് എങ്ങനെ വന്നു എന്നുള്ള ഐഡിയ ആണത്. ഓക്കെ അല്ലേ? എന്തൊരു സംശയം ചോദിക്കാനുണ്ടോ? നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ് ഇല്ല. അൽസബ്ദിന് ഡൗട്ട് ഉണ്ടോ? സാർ, ആ ലോസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യില്ലേ, അത് നമ്മൾ റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് എഴുതൂലേ? അപ്പൊ റൈറ്റിലോട്ട് എഴുതണേന്ന് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ആണ് എടുക്കുന്നത്. അങ്ങനെയല്ല, ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും എഴുതും. അതിൽ തന്നെ ബ്രാഞ്ച് വന്നേക്കുന്ന കാർബൺ ആറ്റത്തിന്റെ 2 നമ്പേഴ്സ് ഉണ്ടല്ലോ. ബ്രാഞ്ച് വന്നേക്കുന്ന കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിലുള്ള 2 നമ്പേഴ്സ് 3 ഉം 4 ഉം ആണ്. ലെഫ്റ്റ് ടു റൈറ്റ് 3 കിട്ടും, റൈറ്റ് ടു ലെഫ്റ്റ് 4 കിട്ടും. അതിൽ ലോസ്റ്റ് നമ്പർ എടുക്കേണ്ടത് ലെഫ്റ്റ് ടു റൈറ്റ് ആണോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ എന്ന് നോക്കണ്ട, ആ നമ്പർ മാത്രം നമുക്ക് മതി. ഇതൊന്നും നിങ്ങൾക്ക് കുറച്ച് സ്പീഡായി കഴിഞ്ഞാൽ ഇതിന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് എഴുതാൻ പറ്റും. നമ്പർ ഇട്ടുകൊണ്ടിരിക്കേണ്ട വരില്ല, പെട്ടെന്ന് എഴുതും നിങ്ങൾ, സ്പീഡ് ആകും. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ടെക്സ്റ്റ് ബുക്കിൽ ആ ടോപ്പിക് എടുത്ത് നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ച് ഹൈഡ്രോകാർബൺസ്. അതിന് മുകളിൽ നോക്കിയില്ലായിരുന്നോ? നമ്മള് ബ്രാഞ്ചിൽ നോക്കിയില്ലായിരുന്നോ? നോക്കിയായിരുന്നോ ടെക്സ്റ്റ് ബുക്കില്? അപ്പൊ നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ച് ഹൈഡ്രോകാർബൺ പെട്ടെന്ന് വായിച്ചു നോക്കാം. 5 carbon atoms are given. This chain contains 5 carbon atoms. Then അവിടെ താഴെ 4 carbon atom വന്നിട്ട് ഒരു ബ്രാഞ്ച് താഴത്തോട്ട് വന്നിരിക്കണ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ എല്ലാം. Shall we write the structural formula of the hydrocarbon obtained by adding hydrogen to this carbon chain? അത് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. According to the IUPAC rule of nomenclature, longest chain with the maximum number of carbon atoms should be considered as the main chain. Long chain ആദ്യം കണ്ടുപിടിക്കും, നമ്മൾ എഴുതിയ റൂൾ തന്നെയാണ് കേട്ടോ. And the remaining carbon atoms are treated as branches. മെയിൻ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി വന്ന കാർബൺ ആറ്റം ഒക്കെ ബ്രാഞ്ചസ് ആണ്, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. And position of the branch can be found by numbering carbon atoms in the main chain. മെയിൻ ചെയിലുള്ള കാർബൺ ആറ്റത്തിനെ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ചിന്റെ പൊസിഷൻ കണ്ടുപിടിക്കും. റൂളൊക്കെ നമ്മൾ എഴുതുക. Numbering of the carbon atom in the chain should be done in such a way that carbon atom carrying branch gets the lowest number. ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ കിട്ടും. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും ചെയ്തിട്ട്, അത് നമ്മുടെ എളുപ്പത്തിന് ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞതാണ് കേട്ടോ. ശരിക്കും കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ കിട്ടും. ആ ഒരു ഐഡിയ ആണ്. നമ്മുടെ എളുപ്പത്തിൽ നമ്മളൊന്നും കൂടി ഷോർട്ട് ആക്കിയത്, നമ്പർ ചെയ്യണം എന്നുള്ള ഐഡിയയിലോട്ട് വന്നു.
ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന്റെ ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്. പിന്നെ അടുത്ത റീച്ചിൽ CH3C ആ കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. ആ കോമ്പൗണ്ടിന് രണ്ട് സൈഡിലോട്ടുള്ള നമ്പറിംഗ് കാണിച്ചിട്ടുണ്ട്. 1 to 4 ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ രണ്ടു ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആൻസർ ചെയ്യാം. Which of these chain has the lowest number of carbon atom carrying the branch? Which of these chain has the lowest number of carbon atom? ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന്റെ ലോവസ്റ്റ് നമ്പർ കിട്ടിയത് ഏത് ചെയിനാണ്? ഒന്നാമത്തെ ചെയിനാണോ രണ്ടാമത്തെ ചെയിനാണോ? രണ്ടാമത്തെ ചെയിൻ. ഒന്നാമത്തെ ചെയിനിൽ ബ്രാഞ്ചിന് 3 ആയിട്ടേക്കുന്നത്, രണ്ടാമത്തെ ചെയിനിൽ ബ്രാഞ്ചിന് 2 ആയിട്ടേക്കുന്നത്. ലോവസ്റ്റ് നമ്പർ 2 ആണ്. സെക്കൻഡ് വൺ, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4. എങ്ങോട്ട് കാണിക്കാം പെട്ടെന്ന്? 4. വേർഡ് റൂട്ട് എന്താണ് 4ന്റെ? 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ബ്യൂട്ടി. സഫിക്സ് എന്തിടണം മീൻ ചെയിൻ്റെ? AND. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AND. ഇനി നെയിം ഓഫ് ദി ആൽക്കൈൽ റാഡിക്കൽ. കണ്ടോ ആൽക്കൈൽ റാഡിക്കൽ എന്ന് പറഞ്ഞ വേർഡ് കണ്ടോ? ആൽക്കൈൽ റാഡിക്കൽ എന്ന് പറഞ്ഞ ബ്രാഞ്ച് ആണ് കേട്ടോ. ബ്രാഞ്ച് എന്ന് എഴുതി വെച്ചോ ആൽക്കൈൽ റാഡിക്കലിന് മുകളിൽ. ആൽക്കൈൽ റാഡിക്കൽ അണ്ടർലൈൻ ചെയ്തിട്ട് ബ്രാഞ്ച് എന്ന് എഴുതി വെച്ചോ. നെയിം ഓഫ് ദി ബ്രാഞ്ച് എന്ന് ചോദിച്ചേക്കുന്നത്. ബ്രാഞ്ചിന്റെ പേരെന്താ ഇവിടെ? ഒരു കാർബൺ ഉണ്ട് ബ്രാഞ്ചില്, മീത്തൈൽ. ഒരു കാർബണുള്ള ബ്രാഞ്ചാണ്, അപ്പൊ മീത്തൈൽ. പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് 2. സോ IUPAC നെയിം വന്നത് 2-ethyl butane. സ്പേസ് ഇല്ലാട്ടോ ശരിക്കും. സ്പേസ് ഇടണമെന്നില്ല. ഇനി അറിയാണ്ട് സ്പേസ് വന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുകയും ചെയ്യില്ല. ശരിക്കും സ്പേസ് ഇല്ല, അടുപ്പിച്ച് എഴുതണം. 2-methyl butane അടുപ്പിച്ച് എഴുതുന്നത്. ഞാൻ താഴെ ബോക്സിൽ അതിന്റെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച്. ആദ്യം പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് ചെയ്തു, then ഹൈഫൺ ഇടും, നെയിം എഴുതും. നെയിം ഓഫ് ദി റാഡിക്കൽ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ദി ബ്രാഞ്ച് ചെയ്തു, then പ്ലസ് വേർഡ് റൂട്ട് ഇടും, സഫിക്സ് എഴുതും. ഉള്ളിൽ നമ്മൾ എഴുതിയതാണത്. ഹൈഫൺ ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ന്യൂമറൽസ് ആൻഡ് ആൽഫബറ്റ്സ് വൈൽ റൈറ്റിംഗ് IUPAC നെയിം. ഞാൻ പറഞ്ഞു ഹൈഫൺ ഇടുന്നത് നമ്പറിനെയും ആൽഫബറ്റിനെയും തിരിക്കാൻ വേണ്ടിയിട്ടാണ്, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈഫൺ ഇടുന്നത്. താഴെ ബോക്സിൽ ടേബിൾ 6.3 കോമ്പൗണ്ട്സ് ഉണ്ട്. നെയിം ചെയ്തോ ഒന്ന്, പെട്ടെന്ന് നെയിം ചെയ്തോ. അപ്പൊ സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്തോ കേട്ടോ. ഈ സ്റ്റെപ്സ് എപ്പോഴും ഫോളോ ചെയ്യണമെന്നില്ല കേട്ടോ. ഈ നമ്പർ ഒക്കെ നിങ്ങളൊരു പെൻസിലും കൊണ്ട് ഇടുന്നത് നല്ലത്, നമ്പറിംഗ് ഒക്കെ. അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ചെറുതാക്കി മാറ്റി എഴുതണേ നല്ലത് നമ്പറിംഗ് ഒക്കെ. മെയിൻ ആയിട്ടുള്ള സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ എഴുതി വെക്കരുത് കേട്ടോ നമ്പറിംഗ് ഒന്നും. നമ്പർ ഇടേണ്ടതും പിന്നെ നമ്പറിൽ ലോവസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യേണ്ടതൊന്നും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കണ്ട. റൈറ്റ് സൈഡിൽ വർക്ക്ഔട്ടിന്റെ സ്ഥലത്ത് നീക്കി കാണിച്ചാൽ മതി. കാണിക്കണം എന്ന് തന്നെയില്ല അത്. പേര് എഴുതിയ മാർക്കുണ്ട്, ഫുൾ മാർക്കാണ് പേര് എഴുതിക്കുന്നത്. സ്റ്റെപ്പ് ഒന്നുമില്ല ഇതിന്. സ്റ്റെപ്പും ഇല്ല, ഒരു ലെറ്റർ മാറിക്കഴിഞ്ഞാൽ മാർക്കും ഇല്ല കേട്ടോ. അതാണ് ഈ ചാപ്റ്ററിന്റെ കുഴപ്പം. സ്റ്റെപ്പിന് മാർക്കില്ല, ഫൈനൽ ആൻസറിന് മാത്രമേ മാർക്കുള്ളൂ. ഫൈനൽ ആൻസറിൽ ഒരു ലെറ്റർ മാറിയാൽ മതി, AN മാറി EN ആയാൽ മതി, 0 മാർക്കില്ല. ഇനി പൊസിഷൻ 3 ആയിരുന്നു, 3ക്ക് വരെ 4 ഇട്ട് കഴിഞ്ഞാൽ മാർക്കില്ല. ഹൈഫൺ ഇട്ടില്ലേ മാർക്കില്ല. ബ്രാഞ്ചിന്റെ പേര് മാറിയാൽ മാർക്കില്ല. എല്ലാം കറക്റ്റ് ആണെങ്കിലേ മാർക്കുള്ളൂ. അതാണ് ഈ ചാപ്റ്ററിന്റെ കുഴപ്പം. കോംപ്രമൈസേഷൻ ഒന്നും ഇല്ല, കോംപ്രമൈസ് ഇല്ല ഇതിൽ. എല്ലാം പഠിച്ചാലാണ്, എല്ലാം കൃത്യമായാണ് മാർക്ക് കിട്ടും ഫൈനൽ ആൻസറിൽ. അത് പേടിപ്പിച്ചല്ല, സിമ്പിൾ അല്ലേ ഇത് ചാപ്റ്റർ. അപ്പൊ ഇതുവരെ പഠിച്ചതിൽ നിങ്ങൾക്ക് എന്ത് തോന്നി? ഇനി കുഴപ്പമുണ്ടോ? ഇല്ല. നീ ഉണ്ടെങ്കിൽ അത് ശരിയാക്കിക്കോളാം, കുഴപ്പമുണ്ടെങ്കിൽ. First compound. Okay, first compound. Now we're in number of carbon atom in longest chain. Longest chain എത്ര carbon atom ഉണ്ട്? 5. Branch ഏതാണ്?
methyl, മീതൈൽ ബ്രാഞ്ച്. പൊസിഷൻ ഏതാണ് ബ്രാഞ്ചിന്റെ? 2, 2. IUPAC നെയിം? 2-methyl pentane. 2-methyl pentane. ANE. 5 കാർബൺ ആറ്റം ANE. ഓക്കെ, ബാക്കിയുള്ളവർ എത്തിക്കോട്ടോ. ഒന്ന് കണ്ടോന്നോ, സംശയമാണെങ്കിൽ ഒന്ന് കണ്ടോട്ടോ. ഇതൊരു ചെയിനാണ്, ഇതൊരു ചെയിനാണ്, ഇതൊരു ചെയിനാണ്. അത് നോക്കണം കേട്ടോ, ഏതൊക്കെ ചെയിൻ ഉണ്ടെന്ന് നോക്കണം. ലാർജസ്റ്റ് ചെയിൻ നമുക്ക് ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. ചിലപ്പോൾ നേരെ തന്നെ ആവണമെന്നില്ല. അപ്പൊ ഇതില് ലെഫ്റ്റ് ടു ബോട്ടം വരെ വന്ന ചെയിനില്, ലെഫ്റ്റിന്ന് ബോട്ടം വരെ വന്ന ചെയിനില് 5 കാർബൺ ആറ്റം ഉണ്ട്. സ്ട്രെയിറ്റ് ചെയിനിൽ 5 കാർബൺ ആറ്റം ഉണ്ട്. താഴെ റൈറ്റ് സൈഡിൽ 3 കാർബൺ ആറ്റം ഉണ്ട്. നമ്മൾ 5 ഉള്ളത് സെലക്ട് ചെയ്യും. ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. ലോങ്ങസ്റ്റ് ചെയിൻ എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 5. നെയിം ഓഫ് ദി ബ്രാഞ്ച്, ഇതാണ് ലോങ്ങസ്റ്റ് ചെയിനെങ്കിൽ ഇതാണ് ബ്രാഞ്ച്, താഴെയുള്ളതാണ് ബ്രാഞ്ച്. 1 കാർബൺ ആറ്റം, 1 കാർബൺ ആറ്റം ഉള്ളത് മീതൈൽ ബ്രാഞ്ച് ആണ്. പൊസിഷൻ നോക്കുമ്പോൾ നമ്മൾ ലോങ് ചെയിനെ നമ്പർ ചെയ്യണം. ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ലെഫ്റ്റ് നമ്പർ ചെയ്യണം. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് 4 കിട്ടും, നമ്പർ 4 കിട്ടും. റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ 2 കിട്ടും. ലോവസ്റ്റ് നമ്പർ എടുക്കേണ്ടത് ലോവസ്റ്റ് നമ്പർ 2 ആണ്. സോ പൊസിഷൻ 2 ആണ്. നെയിം വന്നത് 2-methyl pentane. മെയിൻ ചെയിനിൽ 5 കാർബൺ ആറ്റം പെന്റൈൻ ANE. അല്ലേ? നെക്സ്റ്റ് വൺ ആര് പറയും? എൽഹ പറഞ്ഞോ. ലോങ്സ്റ്റ് ചെയിൻ 5. ലോങ്സ്റ്റ് ചെയിനിൽ 5 കാർബൺ ആറ്റം. ബ്രാഞ്ചിന്റെ നെയിം മീഥൈൽ. ബ്രാഞ്ചിന്റെ നെയിം മീഥൈൽ. പൊസിഷൻ 3. പൊസിഷൻ 3. IUPAC നെയിം 3-methyl pentane. 3-methyl pentane. 3-methyl pentane. ഇതിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ലോങ് ചെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ചെയിൻ ആണ്, നേരെ ഉള്ളതാണ് ലോങ് ചെയിൻ. അത് സെലക്ട് ചെയ്തു. ബ്രാഞ്ച് CH3 ആണ്. നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലൂടെ നമ്പർ ചെയ്താലും റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്താലും 3 കിട്ടുന്നത്. ലോവസ്റ്റ് നമ്പർ 3 ആണ്. 3-methyl pentane. നെക്സ്റ്റ് വൺ അത് പറയും. അൽസാബിത്ത് പറഞ്ഞോ. 5 ലോങ് ചെയിൻ. ലോങ് ചെയിൻ 5. നമ്പർ ഓഫ് ബ്രാഞ്ച് 8. നമ്പർ ഓഫ് ബ്രാഞ്ച് 8. എന്നല്ല കേട്ടോ, ഈത്തൈൽ. നെയിം ഓഫ് ദി ബ്രാഞ്ച് ആണ് ഈത്തൈൽ. YL. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് 3. പേരെന്തോരും? 3-ethyl pentane. 3-ethyl pentane. ഓക്കെ, അപ്പൊ ഇതില് 3 ബ്രാഞ്ച് ഉണ്ട്. അല്ല സോറി, 3 ലോങ് ചെയിൻ നമുക്ക് എടുക്കാം. ഇത് ലോങ് ചെയിൻ ആണ്, നേരെ ഉള്ളത് ലോങ് ചെയിൻ ആണ്, ഇത് ലോങ് ചെയിൻ ആണ്. എല്ലാത്തിലും എന്താണ് 5 കാർബൺ ആറ്റം തന്നെ ഉള്ളത്. അപ്പൊ ഏത് ചെയിൻ എടുത്താലും പേര് സെയിം വരുള്ളൂ. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് നമ്മൾ ലോങ് ചെയിൻ ആയിട്ട് എടുക്കും. ലോങ് ചെയിൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ താഴെ വന്നത് ഇതാണ് ബ്രാഞ്ച്. ബ്രാഞ്ചിൽ 2 കാർബൺ ആറ്റം ഈത്തൈൽ എന്ന് വരും പേര്. നമ്പർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്താലും റൈറ്റ് ലെഫ്റ്റ് നമ്പർ ചെയ്താലും 3 കിട്ടും. സോ 3-ethyl pentane. അടുത്തത് യഹിയ. ലോങ് ചെയിൻ 5 കാർബൺ ആറ്റം. ബ്രാഞ്ച്
മീത്തൈൽ. പൊസിഷൻ കിട്ടില്ല. 3. എന്തൊരു 3-methyl pentane. ഈ 3 കോമ്പൗണ്ട് സെയിം ആണ്. സോറി, ഇത് ഈഥൈലാണ് കേട്ടോ. ഈ 2 കോമ്പൗണ്ട് സെയിം ആണ്, 3 അല്ല. ഈ 2 കോമ്പൗണ്ടും സെയിം ആണ്. 3-methyl pentane. ഷേപ്പ് മാറിയെന്നുള്ളൂ. നോക്കാം. ഇത് 4 കാർബൺ ആറ്റം ഉണ്ട്, ഇതിൽ 5 കാർബൺ ആറ്റം ഉണ്ട്, സ്ട്രെയിറ്റ് ചെയിനിൽ 4 കാർബൺ ആറ്റം ഉണ്ട്. ഇത് തെറ്റിപ്പോണ ക്വസ്റ്റൻ ആണ്ടത്. ശ്രദ്ധിച്ചില്ലേ? തെറ്റിപ്പോവും. ഇതിൽ 4 ഉണ്ട്, ഇതിൽ 5 ഉണ്ട്, ഇതിൽ 4 ഉണ്ട്. അപ്പൊ ലോങ് ചെയിൻ ആയിട്ട് എടുക്കേണ്ടത് 5 ഉള്ളതാണ്. ഇതാണ് ലോങ് ചെയിൻ. നമ്മുടെ ലോങ് ചെയിൻ ഇതാണ്. അപ്പൊ ബ്രാഞ്ച് ഇതാണ്. 1 കാർബൺ ആറ്റം ഉള്ളതാണ് ബ്രാഞ്ച് CH3. ബ്രാഞ്ച് CH3 നമ്പർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ലെഫ്റ്റ് നമ്പർ ചെയ്താലും 3 കിട്ടും. 3rd കാർബൺ ആറ്റത്തിലാണ് ബ്രാഞ്ച് വരുള്ളൂ. 3-methyl pentane. ഓക്കെ അല്ലേ? സിമ്പിൾ കഴിഞ്ഞു കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യം കഴിഞ്ഞു. ഇതും വരാൻ ചാൻസ് കുറവാണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും വരാൻ ചാൻസ് കുറവാണ്. ഇനി അടുത്ത ടൈപ്പിലേക്ക് പോവാണ്. നെക്സ്റ്റ് ടൈപ്പിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മളിപ്പോ കണ്ടതിൽ ഒരു ബ്രാഞ്ച് വന്നോളൂ, ഒറ്റ ബ്രാഞ്ച് വന്നോളൂ, ഒരു മീഥൈൽ ബ്രാഞ്ച് വന്നോളൂ. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ 2 ബ്രാഞ്ച് വരും, ചിലപ്പോ 3 ബ്രാഞ്ച് വരും, ചിലപ്പോ 4 ബ്രാഞ്ച് വരും. ഇപ്പൊ പേരെങ്ങനെ മാറും? ഇത് നമുക്ക് പഠിക്കേണ്ടത്. 4 ബ്രാഞ്ചസ് അല്ലെങ്കിൽ 2 ബ്രാഞ്ചസ് 3 ബ്രാഞ്ചസ് അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ പേരിൽ ചേഞ്ച് വരും. വ്യത്യാസമൊന്നുമില്ല, അവിടെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇതൊക്കെ സെയിം ആണ്, സ്റ്റെപ്പ് ഒക്കെ സെയിം ആണ്, ചെറിയൊരു വ്യത്യാസം അതിൽ വരുന്നു. നോക്കാം. സിമ്പിൾ കേസ് ആണ്. ടെക്സ്റ്റ് വേറെ ഒന്നും പറയാനില്ലല്ലോ? പിന്നെ ഇല്ല. നോക്കിക്കോ, എക്സാമ്പിൾ നോക്കാം. CH3 CH3 ഓക്കെ. ഇനി നമ്മൾ പഠിച്ച ഐഡിയ വെച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു. നമ്മൾ ഇത്ര നേരം പഠിച്ച ഐഡിയ വെച്ചിട്ടൊന്ന് പറഞ്ഞു. ഇതിൽ ലോങ് ചെയിൻ ഏതാ? നോക്കിക്കോ, സമയം എടുത്ത് പറഞ്ഞാൽ മതി. ലോങ് ചെയിൻ ഏതാ? ഇതിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയിൻ വരയ്ക്കാം നോക്കിക്കോട്ടോ. ഇതൊരു ചെയിനാണ്, ഇതൊരു ചെയിനാണ്, ഇതൊരു ചെയിനാണ്, ഇതൊരു ചെയിനാണ്, നേരെ ഒരു ചെയിനാണ്, മുകളിൽ താഴത്തോട്ടൊരു ചെയിനാണ്. എല്ലാം നോക്കണോട്ടോ, എല്ലാം കൺസിഡർ ചെയ്യണം നമ്മൾ. ഈ ചെയിനിലൊക്കെ ഏറ്റവും വലിയ ചെയിൻ ഏതാ? വലിയ ചെയിൻ ഏതാ? വലിയ ചെയിൻ ഉണ്ടോ ഇതില്? ഉണ്ടോ? എല്ലാ ചെയിനിലും എത്ര ഉള്ളത്? എത്ര കാർബണാറ്റം ഉള്ളത്? 3 ഉള്ളത്. എല്ലാത്തിലും നോക്കിക്കോ. നിങ്ങൾ ലെഫ്റ്റിന്ന് താഴത്തോട്ട് വരച്ചാലും നേരെ വരച്ചാലും മുകളിൽ താഴത്തോട്ട് വരച്ചാലും ഏതെടുത്താലും 3 കാർബണാറ്റാണ് ചെയിനിൽ വരുന്നത്. അപ്പൊ നമ്മുടെ മെയിൻ ചെയിൻ ഇത് എടുത്തു കേട്ടോ. ഇത് മെയിൻ ചെയിൻ ആണ്, ഇത് മെയിൻ ചെയിൻ ആണ്, ഇത് മെയിൻ ചെയിൻ ആണ്. ഇനി ബാക്കി വരണ 2 പേരും അപ്പൊ ആരായിരിക്കും? ബ്രാഞ്ച്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. മെയിൻ ചെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും ബ്രാഞ്ചാണ്. ഇപ്പൊ ഇത് 2 ബ്രാഞ്ചാണ്. ഇപ്പൊ 2 ബ്രാഞ്ച് വന്നു. ആ 2 ബ്രാഞ്ചിൽ ഏത് ബ്രാഞ്ചാണ്? മീഥൈലാണ്. സംശയമാണോ? 2 ബ്രാഞ്ച് മീഥൈൽ ബ്രാഞ്ച് ആണ്. നോക്കി, ഇതൊരു ബ്രാഞ്ചാണ്, ഇതൊരു രണ്ടാമത്തെ ബ്രാഞ്ചാണ്. 2 ബ്രാഞ്ച് ഏത് ബ്രാഞ്ച്? CH3 ബ്രാഞ്ചാണ്, മീഥൈൽ ബ്രാഞ്ചാണ്. ഇതിന്റെ പേര് നോക്ക്, പേര് കൊടുക്കാൻ നോക്ക്. സ്റ്റെപ്പ് നമ്പറിംഗ് ഉണ്ട് കേട്ടോ, നമ്പറിംഗ് ഇടുവാണ്, നമ്പർ ചെയ്യുവാണ്. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ 1 2 3. റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ 1 2 3. എങ്ങനെ നമ്പർ ചെയ്താലും ബ്രാഞ്ച് ഉള്ള കാർബണാറ്റത്തിന് എത്ര കിട്ടുന്നത്? 2 കിട്ടുന്നത് അല്ലേ? 2 ആണ് കിട്ടുന്നത്. ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ലെഫ്റ്റ് നമ്പർ ചെയ്താലും 2 കിട്ടുന്നത്. ഇനി നമ്മൾ പേര് എഴുതാൻ പോവാണ് കേട്ടോ.
ആദ്യം എന്ത് ചെയ്യണം? ബ്രാഞ്ചിന്റെ നമ്പർ എഴുതണം അല്ലെ? ഞാൻ ബ്രാഞ്ചിന്റെ നമ്പർ ചെയ്തോളാം 2. 2 തന്നെ എത്ര ബ്രാഞ്ച് ഉണ്ട് ഇവിടെ? സെക്കൻഡ് കാർബണാറ്റിൽ തന്നെ എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയോ? ശ്രദ്ധിക്കണോട്ടോ. 2 ഒരു ബ്രാഞ്ച് ഉണ്ട്, കോമ 2 വേറൊരു ബ്രാഞ്ച് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ 2 ഒരു ബ്രാഞ്ച് ഉണ്ട്, കോമ 2 വേറൊരു ബ്രാഞ്ച് ഉണ്ട്. മനസ്സിലാണ്? പറഞ്ഞവര് മനസ്സിലായോ? എല്ലാ ബ്രാഞ്ചിന്റെ നമ്പറും എഴുതണം. 2 ഒരു ബ്രാഞ്ച് ഉണ്ട്, കോമ 2 വേറെ ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ. ഇനി അടുത്ത് എന്ത് ചെയ്യണം? നമ്പർ കിട്ടുക. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അറിയാമേ? നെയിമിന് മുമ്പ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഹൈഫൺ ഇട്ടു. ഇനി നെയിം എഴുതണം. ബ്രാഞ്ചിന്റെ പേരെന്താ? മീതൈൽ. സംശയം വെക്കല്ലേ, നിങ്ങൾ തുറന്നു പറഞ്ഞോ. കറക്റ്റ് ആണ് പറയണതൊക്കെ. മീതൈലാണ്. മീതൈൽ ബ്രാഞ്ച് തന്നെ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 2 എണ്ണം ഉണ്ട്. ഇനി നമ്മൾ നെയിമിംഗിൽ യൂസ് ചെയ്യണ കുറച്ച് എക്സ്ട്രാ ടേമുകൾ ഇനി പറയാൻ പോകണം കേട്ടോ. 2 സെയിം ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൈ എന്ന് യൂസ് ചെയ്യും. 2 സെയിം ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ DI എന്ന് യൂസ് ചെയ്യും. 3 സെയിം ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ട്രൈ എന്ന് യൂസ് ചെയ്യും. കാണാട്ടോ, നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. ഇനി 4 സെയിം ബ്രാഞ്ച് വന്നാലോ എന്തായിരിക്കും യൂസ് ചെയ്യണം? ഫുള്ള് പഠിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ടെട്ര. 2 സെയിം ബ്രാഞ്ച് ആണെങ്കിൽ ഡൈന്ന് യൂസ് ചെയ്യും, 3 സെയിം ബ്രാഞ്ച് ആണെങ്കിൽ ട്രൈന്ന് യൂസ് ചെയ്യും, 4 ആണെങ്കിൽ ടെട്രാന്ന് യൂസ് ചെയ്യും. 2, 3, 4. ഓക്കെ. ഈ കേസിൽ 2 സെയിം ബ്രാഞ്ച് ഉണ്ട്, 2 സെയിം ബ്രാഞ്ച് ഉള്ളത്. അപ്പൊ ഞാൻ ഡൈന്ന് യൂസ് ചെയ്യും. ഫസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് ഡിക്ക് ക്യാപിറ്റൽ കൊടുക്കും. ഫസ്റ്റ് ആൽഫബറ്റ് ആയതുകൊണ്ട് DI, ഡൈ. ഏത് ബ്രാഞ്ചാ? ബ്രാഞ്ചിന്റെ പേരെന്താ? മീതൈൽ. ഇനി മീതൈൽ എഴുതണം. മീതൈൽ ബ്രാഞ്ചിന്റെ പരിപാടിക്ക് കഴിഞ്ഞു. ഇനി ആരാ? ലോങ് ചെയിൻ. ലോങ് ചെയിൻ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ. അപ്പൊ വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് എന്ത് വരും? സിംഗിൾ ബോണ്ട്. പ്രൊപ്പൈൽ. ഇനിയും കഴിഞ്ഞു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ മതി ശരിക്കും. പേര് വരുന്നത് 2,2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ. 2,2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ. അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. നിങ്ങൾ അതും പഠിച്ചോ. പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ്? 2,2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ. ഓക്കെ അല്ലേ? 2,2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ. വേറെ എക്സാമ്പിൾ CH3 കണ്ടുപിടിച്ചു വന്നു. ട്രൈ ചെയ്ത് നോക്കി വന്നു. ട്രൈ ചെയ്ത് നോക്ക്. എന്തെങ്കിലും എഴുതി വെക്കണം കേട്ടോ. ആൻസർ എന്തെങ്കിലും വേണം, തെറ്റിയാലും കുഴപ്പമില്ല. കിട്ടിയോ? പേര് കിട്ടിയോ? ഭീമ സിദ്ദിഖ്. ഏതാ ലോങ് ചെയിൻ? ആ മുകളിൽ കിടക്കണ ആദ്യത്തെ. മുകളിലുള്ളത് ലോങ് ചെയിൻ ആണ്. ഇതിൽ വേറെ ചെയിൻസ് ഉണ്ട് കേട്ടോ. അതൊന്ന് കാണിച്ചു തരാൻ നോക്കിക്കോ. ഇതൊരു ചെയിനാണ്, ഇതൊരു ചെയിനാണ്, ഇതൊരു ചെയിനാണ്, ഇത് ചെയിനാണ്. ചെയിൻ സിസ്റ്റം പോലെ ഉണ്ട്. അത് ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്
ഇതൊക്കെ ലോങ്ങസ്റ്റ് ചെയിൻ ആണ്. ഈ വരച്ചേക്കുന്നതൊക്കെ ലോങ്ങസ്റ്റ് ചെയിൻ ആണ്. 4 കാർബൺ ആറ്റം. ഇനി നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലോങ് ചെയിൻ എടുക്കും. ഇപ്പൊ ലോങ് ചെയിൻ സ്ട്രെയിറ്റ് ചെയിൻ ആണ്. ബാക്കി പറഞ്ഞ ഭീമ. ലെഫ്റ്റ് ടു റൈറ്റ് കൗണ്ട് ചെയ്യുമ്പോൾ ബ്രാഞ്ച് എന്താണ് 2ലും 3ലും? നമ്പർ ചെയ്യാം ആദ്യം. 1 2 3 4 തിരിച്ചു 1 2 3 4. ബാക്കി പറഞ്ഞോ. ബ്രാഞ്ച് എന്താണ് ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ 2 3, റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ 2 3. ഇത് രണ്ടും നോക്കണം കേട്ടോ. നമുക്ക് ഒരു ബ്രാഞ്ച് ആയിരുന്നെങ്കിൽ ഒറ്റ കേസ് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ ഇവിടെ 2 ബ്രാഞ്ച് ഉണ്ട്. ഇത് ലോങ് ചെയിൻ ആണെങ്കിൽ ഇത് ബ്രാഞ്ച് ആണ്, ഇത് ബ്രാഞ്ച് ആണ്. 2 ബ്രാഞ്ച് ഉണ്ട്. ഇപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ബ്രാഞ്ച് വരുന്നത് 2ാമത്തെ കാർബൺ ആറ്റത്തിലും 3ാമത്തെ കാർബൺ ആറ്റത്തിലുമാണ്. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ. റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ 2ാമത്തെ കാർബൺ ആറ്റത്തിലും 3ാമത്തെ കാർബൺ ആറ്റത്തിലുമാണ് ബ്രാഞ്ച് വരുന്നത്. ഇനി ഒരു റൂളും കൂടി ഉണ്ട്. ആ റൂൾ ഞാൻ പറഞ്ഞിട്ടില്ല. ആ റൂൾ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് ഉള്ള നമ്പേഴ്സ് ഇപ്പൊ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് 2 നമ്പേഴ്സ് കിട്ടുമല്ലോ. ഈ നമ്പേഴ്സ് 2 ആഡ് ചെയ്യണം. 2 + 3 5 കിട്ടും. 2ലും 5 കിട്ടും. ഏതിലാണോ ലോവസ്റ്റ് സം വന്നത്, ലോവസ്റ്റ് സം ഏതിലാണോ വന്നത് ആ നമ്പറിങ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൽ 2 സെയിം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏതെടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അടുത്ത എക്സാമ്പിൾ ഒന്നുകൂടി ക്ലിയർ ആവും കേട്ടോ. അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും ക്ലിയർ ആയിപ്പോകും. ഓക്കെ, ലോവസ്റ്റ് സം എടുക്കണം. ഇത് 2ഉം 5 ആയതുകൊണ്ട് നിങ്ങൾ ഏത് നമ്പറിങ് എടുത്താലും 2 3 തന്നെ വരുള്ളൂ. 2ഉം 3ഉം തന്നെ വരുള്ളൂ. ഭീമ ഇനി നെയിം പറഞ്ഞ ഭീമ. സർ 2 3 ഹൈഫൻ ഡൈമീഥൈൽ ബ്യൂട്ടേൻ. 2 3 ഡൈമീഥൈൽ ബ്രാഞ്ച് ആണ്. ലോങ് ചെയിനിൽ 4 കാർബൺ ആറ്റം ഉണ്ട്. ബ്യൂട്ടേൻ. ഇനി ശ്രദ്ധിച്ച് ഒന്നുകൂടി പറയാൻ നോക്കിക്കോ. 2 ബ്രാഞ്ച് ഉണ്ട്. 2ാമത്തിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. 3ാമത്തിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. നമ്പർ കഴിഞ്ഞു, ഹൈഫൻ ഇട്ടു. 2 ബ്രാഞ്ചും സെയിം ബ്രാഞ്ച് ആണ്. ഡൈ ഇട്ടു. ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ എന്നാണ്. ലോങ് ചെയിനിൽ 4 കാർബൺ ആറ്റം ഉണ്ട്. സിംഗിൾ ബോണ്ട് ആണ്. ബ്യൂട്ടൈൽ. അറിയാം ഫാത്തിമ. ഇവിടെ 2 3 എഴുതിയതിന് പകരം 3 2 എഴുതാൻ പറ്റുമോ? 3 2 എഴുതാൻ പറ്റില്ല. 2 3 നമ്മൾ എഴുതുന്നത്. ഇതിപ്പോ ലെഫ്റ്റ് ടു റൈറ്റ് ചെയിനിൽ എടുത്തേക്കണം. അപ്പൊ റൈറ്റ് ടു ലെഫ്റ്റ് എടുത്താലും അല്ല, ചെറുതാക്കി ലെഫ്റ്റ് ടു റൈറ്റ് എഴുതിയാൽ നമുക്ക് 2ലും 3ലും കിട്ടും. റൈറ്റ് ടു ലെഫ്റ്റിലും 2ലും 3ലും അല്ലേ? 2ലും 2ലും 3ലും തന്നെ കിട്ടുന്നത്. നിങ്ങൾ റൂൾ എഴുതിക്കുക. റൂൾ എഴുതിയിട്ട് അടുത്ത പ്രോബ്ലം ചെയ്യുന്നത്. അല്ലെ ഒരു മിനിറ്റ്, അല്ലെ റൂൾ എഴുതണ്ട. ഞാൻ അടുത്ത പ്രോബ്ലം തന്നിട്ട് റൂൾ എഴുതിയാൽ മതി. നിങ്ങൾ കണ്ടിട്ട് എഴുതിയാൽ മതി. CH3 CH2 CH3 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 എഴുതി വന്നു. കിട്ടിയോ? അമീൻ കിട്ടിയോടാ? അമീൻ ഓക്കെ, പറഞ്ഞു തന്നു. അമീൻ സ്റ്റെപ്പൊക്കെ പറ, എല്ലാവർക്കും മനസ്സിലാവണ്ടേ? സ്റ്റെപ്പ് ലെഫ്റ്റ് റൈറ്റിലേക്ക് അതാണോ സ്റ്റെപ്പ്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്പർ അതിനു മുമ്പൊന്നുമില്ലേ? അതാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. അത് തെറ്റിപ്പോയിക്കാൻ ആൻസർ.
ലോങ് ചെയിൻ, ഐഡന്റിഫൈ ദി ലോങ് ചെയിൻ. ലോങ് ചെയിൻ അത് അത് തെറ്റി കഴിഞ്ഞാൽ എല്ലാം തെറ്റിട്ടോ, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. പിന്നെ നിങ്ങൾ അതിലോട്ട് തിരിഞ്ഞ് നോക്കുകയോ ചെയ്യണ്ട. ലോങ് ചെയിൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. ലോങ് ചെയിൻ കണ്ടുപിടിക്കാൻ പറ്റും, സിമ്പിൾ കേസ് ആണ്. ഈ ലോങ് ചെയിൻ കണ്ടുപിടിക്കണം. ഏതാ ലോങ് ചെയിൻ പറഞ്ഞേ അമീനെ? ഞാൻ നേരെയുള്ളത് എടുത്ത നേരെയുള്ളത് എടുത്തു. ഇനി നമുക്ക് അധികം കൺഫ്യൂഷനിലോട്ടൊന്നും പോകണ്ട. എല്ലാം ഏതെടുത്താലും 4 കിട്ടുന്നത്, 4 കാർബണാറ്റം കിട്ടുന്നത്. ഇതിൽ 4 ആണ്, ലെഫ്റ്റിന്ന് താഴത്തോട്ടുള്ളത് 4 ആണ്, ലെഫ്റ്റിന്ന് മുകളിലോട്ടുള്ളത് 4 ആണ്, അതൊക്കെ 4 ആണ്. അപ്പൊ നമുക്ക് 4 ആണ് ലോങ് ചെയിൻ. ബാക്കി പറഞ്ഞേ. എന്നിട്ട് നീ നമ്പർ എടുത്തു, ലെഫ്റ്റ് ടു റൈറ്റും Number ചെയ്തു. റൈറ്റ് ടു ലെഫ്റ്റ്. ലെഫ്റ്റ് റൈറ്റും റൈറ്റ് ലെഫ്റ്റ് നമ്പർ കൊടുക്കും. ബാക്കി പറഞ്ഞേ. അപ്പൊ മറ്റേ 2 എന്നെടുത്താണ് ലോവസ്റ്റ്. ഇനി നോക്കാം നമുക്കൊന്ന്. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്തപ്പോ ഏതൊക്കെ പൊസിഷനിലാണ് ബ്രാഞ്ച് വന്നത് പറഞ്ഞാ മീ. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്തപ്പോ ഏത് പൊസിഷനിലാണ് ബ്രാഞ്ച് വന്നത്? 3. 3 പിന്നെ രണ്ടെണ്ണം വന്നില്ലേ? 3 3 റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്തപ്പോഴോ 2 2ലും വന്നു. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇതിന് രണ്ടിന്റെ സം കണ്ടുപിടിക്കണം. ഇത് 6 കിട്ടും, ഇത് 4 കിട്ടും. അതിലുള്ള ലോവസ്റ്റ് നമ്പർ എടുക്കണം, ലോവസ്റ്റ് സം എടുക്കണം. ലോവസ്റ്റ് സം 4 ആണ്. ഈ നമ്പറിങ് നമ്മൾ എടുക്കാൻ പോകണം. റൈറ്റ് ടു ലെഫ്റ്റ് ഉള്ള നമ്പറിങ് നമ്മൾ എടുക്കാൻ പോകണം. മനസ്സിലായ പറഞ്ഞ കാര്യം? ബ്രാഞ്ച് അല്ലേ എഴുതിയിട്ട് ബ്രാഞ്ചിന് നമ്പർ വെക്കണം. ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് പോകുമ്പോ 3 അല്ലേ? അപ്പൊ ആ 3യുടെ ഇതിൽ തന്നെ 2 ബ്രാഞ്ച് ഒരുമിച്ച് വന്നേക്കണോണ്ടാണ് 3+3 എടുക്കണേ. 3ല് തന്നെ രണ്ടെണ്ണം വന്നേക്കണോണ്ടാണ് 3,3 ഇട്ടത്. സം എടുത്ത് കഴിയുമ്പോൾ അതിൽ ലോവസ്റ്റ് സം എടുക്കണം. അപ്പൊ ഈ നമ്പറിങ് നമ്മൾ എടുക്കാൻ പോകുന്നു. ഇനി ബാക്കി പേര് പറഞ്ഞോ അമീൻ. അപ്പൊ 2 ഡൈമീഥൈൽ ബ്യൂട്ടേൻ. ഡൈമീഥൈൽ ഹൈഫൺ ഡൈ മീഥൈൽ ബ്രാഞ്ച് ആണ് ബ്യൂട്ടൈൻ. ഇത് മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടോ? നീ ചോദിക്കണം കേട്ടോ. ഇതാണ് നമുക്ക് എക്സാമിന് തന്നെ ക്വസ്റ്റ്യൻ. ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. റൂൾസ് ചെയ്താ ബുക്ക് എടുത്തോ, നോട്ട്ബുക്ക് എടുത്തോ, ഹെഡിങ് കൊടുത്തോ. നോമൻക്ലേച്ചർ ഓഫ് യെസ്. ആ നമ്പർ ഉണ്ടോ പറഞ്ഞു തരുമോ? നമ്പർ വരുന്നത് അടുത്ത പ്രോബ്ലത്തിൽ പറഞ്ഞാലോ? അതെയോ? അത് റൂൾ എഴുതിക്കോ. നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ച്ഡ് ഹൈഡ്രോകാർബൺ വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്. Nomenclature of branched hydrocarbon with more than 1 branch. Nomenclature of branched hydrocarbon with more than 1 branch. First rule, first step എന്താ? Identify the long chain, identify the main chain. Long chain or main chain or straight chain or straight chain ഏതല്ല, long chain അല്ലെങ്കിൽ main chain. Identify the main chain. Identify the longest chain. None main chain. Second point എന്താ? നമ്മൾ ചെയ്ത കാര്യം ആലോചിച്ചാൽ മതി. എന്ത് ചെയ്യണത്? Number the main chain from left to right and right to left. Number the main chain from L to R, R to L എഴുതിയാൽ മതി, ഷോർട്ട് ഫോം ആയിട്ട്. Number the main chain from left to right and right to left. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? ഇവിടെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? Number of branches. Find the position of the branch. Position of the branch കണ്ടുപിടിക്കണം. So that ഏതെല്ലാം എഴുതാൻ പറയട്ടെ. So that കണ്ടീഷൻ ഉണ്ടല്ലോ, പൊസിഷൻ കണ്ടുപിടിക്കണം. എന്താ കണ്ടീഷൻ? So that the branch gets the lowest number. ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കിട്ടും. നിങ്ങൾ എഴുതിക്കോ, ഞാൻ പറഞ്ഞുതരാം.
Find the position of branches. രണ്ട് ബ്രാഞ്ച് ഇല്ലേ? ഈ രണ്ടിൽ കൂടുതൽ ബ്രാഞ്ച് ഇല്ലേ? branches. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ട്. branches. Find the position of branches. എഴുതട്ടോ, അയാനൊക്കെ എഴുത, വെറുതെ ഇരിക്കില്ല, പറയുമ്പോ എഴുതട്ടോ. Find the position of branches such that the branches get the lowest number. The branches get the lowest number. The branches get the lowest number. Bracket lowest sum കിട്ടും. Lowest sum. SUM. ഇനി അതിന്റെ താഴെ ഒരു പോയിന്റ് ആയിട്ട് ഒരു ബ്രാക്കറ്റിൽ ഒരു ഹിന്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഹിൻഡോ ബ്രാക്കറ്റിൽ എഴുതിക്കോ. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. If two same branches are there, we use the prefix PREFIX. രണ്ട് എഫ് ഉണ്ട് കേട്ടോ. പ്രിഫിക്സ്. യൂസ് ദി പ്രിഫിക്സ് ഇൻവേർട്ടഡ് കോമയില് DI ഡൈ ആണ് കേട്ടോ. അത് രണ്ട് സെയിം ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മുമ്പ് യൂസ് ചെയ്യുന്ന ഒരു ടേം നാട്ടോ മീനിങ്. സഫിക്സ് നമ്മൾ കണ്ടില്ലേ? സഫിക്സിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രിഫിക്സ്. സഫിക്സ് എവിടെ വന്നത്? ലാസ്റ്റ് വന്നത്. അപ്പൊ പ്രിഫിക്സ് എവിടെ വരും? മുമ്പ് വരും. അത്രേ ഉള്ളൂ കേട്ടോ മീനിങ്. സഫിക്സ് ലാസ്റ്റ് വരും, പ്രിഫിക്സ് മുമ്പ് വരും. അപ്പൊ വി യൂസ് ദി പ്രിഫിക്സ് ഡൈ. നീ താഴെ അടുത്ത സെന്റൻസ് ആക്കി എഴുതിക്കേ. ഇഫ് 3 same branches are there, we use try. If 3 same branches are there, we use try. Similarly, if 4 branches are there, we use tetra. TETRA, tetra. Okay, then the step എഴുതണമെന്നില്ല. സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് ഒന്നുകൂടി എഴുതി വെച്ചോ. പൊസിഷൻ നമ്പറിനെ കിട്ടിട്ട് പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് ഹൈഫൺ ആവശ്യമുണ്ടെങ്കിൽ എഴുതി വെച്ചു. നിർബന്ധമില്ല. Okay. വേറെ എക്സാമ്പിൾ. ചെയ്തു. ഇപ്പൊ എന്ത് തോന്നുന്നു? എളുപ്പമാണോ ഓർഗാനിക് കെമിസ്ട്രി? എളുപ്പമായി കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ് കേട്ടോ. ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ ആണ് എളുപ്പമായി കഴിഞ്ഞാൽ. വേറെ ചാപ്റ്ററിനെ പോലെ തിയറി ഒന്നും പഠിക്കണ്ട. തിയറിയോ ഡെഫിനിഷനോ ഒന്നും പഠിക്കണ്ട.
ഐഡിയ ആണ് ഇത് ചെയ്യാനുള്ളത്. ഇതിന്റെ ഹയർ സ്റ്റഡീസ് ഉണ്ട് കേട്ടോ. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഹയർ സ്റ്റഡീസ് ഉണ്ട്. സാധാരണ BSc കെമിസ്ട്രി അല്ലാണ്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഇപ്പോ ഓർഗാനിക് കെമിസ്ട്രിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് ഈ ഫാർമസിസ്റ്റിന്റെ ഒക്കെ ഇതില്ലേ, ഫാർമസിസ്റ്റിന്റെ ഒക്കെ ഡിഗ്രി വരുന്നുണ്ട്. B.Pharm വരുന്നുണ്ട്. B.Pharm കേട്ടിട്ടുണ്ടോ? B.Pharm അങ്ങനത്തെ കുറെ കോഴ്സസ് ഒക്കെ കൂടുതലും ഓർഗാനിക് കെമിസ്ട്രിയിൽ ഈ പോർഷനൊക്കെ ഡീൽ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഇത് സിമ്പിൾ കോമ്പൗണ്ട്സ് ആണ് കേട്ടോ. ഇനി കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഉണ്ട്. എല്ലാ മെഡിസിൻസും ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് ആണല്ലോ. ഡോക്ടേഴ്സ് കുറെ പേര് എഴുതും. പേര് എഴുതാൻ കാണാൻ പാടില്ല. ഇങ്ങനെ ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ എഴുതി തരും. ആ പ്രിസ്ക്രിപ്ഷനൊക്കെ തിരിച്ച് വായിച്ചെടുക്കാൻ അങ്ങനെ കുറെ പോസ്റ്റുകളുണ്ട്. അത് വായിച്ചെടുക്കാനും അതിനിപ്പോ ഇപ്പൊ കൂടുതലും ഇപ്പൊ പാരസിറ്റാമോൾ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പേരാണ്, ഒരു മരുന്നിന്റെ പേരുമാണ്. ശരിക്കും ഈ പാരസിറ്റാമോൾ എന്ന് പറഞ്ഞ ആ ഒരു മെഡിസിന് ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേരുണ്ട്. ചിലപ്പോൾ വേറെ കമ്പനീസ് പാരസിറ്റാമോൾ ഇറക്കും. സെയിം കണ്ടന്റ് ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ആശുപത്രിയിലൊക്കെ കൂടുതൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ, എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു ഗുളികയ്ക്ക് തന്നെ പല പേരുള്ള ഗുളികകളുണ്ട്. സെയിം ഗുളിക തന്നെയായിരിക്കും, സെയിം കണ്ടന്റ് തന്നെയായിരിക്കും, പക്ഷെ പല പല കമ്പനീസ് ഇറക്കുമ്പോൾ പല പല പേരിടുക. ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ അതിനെ കുറിച്ച് നോളജ് വേണം. നിങ്ങൾ ആ ഒരു 2 ഗുളിക എടുത്ത് നോക്കിയിട്ട് അതിനെ കണ്ടന്റ് വായിച്ചു നോക്കിയാൽ മതി. പക്ഷെ നോക്കണം കേട്ടോ. ഇനിയിപ്പോ വീട്ടില് സമയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ ഗുളികയുടെ എന്തെങ്കിലും പാക്കറ്റ് ഒക്കെ എടുക്കണ്ടെങ്കിൽ എടുത്ത് നോക്കണം. കണ്ടന്റ്സ് കാണാൻ പറ്റും. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേരായിരിക്കും. ഇതുപോലെ ഒന്നും സിമ്പിൾ കോമ്പൗണ്ട് ഒന്നും അല്ലായിരിക്കും കേട്ടോ. കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ആൻസർ കിട്ടിയോ ഇതിന്റെ? ആര് പറയും? സാറ സർ ആൻസർ ആണോ പറയണ്ടത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു. അൽഹയ്ക്കൊക്കെ മനസ്സിലാവാനുണ്ട്. മെയിൻ ചെയിൻ ഏതാ ഇതില്? മോളിലത്തെ സ്ട്രേറ്റ് ചെയിൻ. ഓക്കെ, ഇത് മെയിൻ ചെയിൻ ആണ്. ഇനി ഇതും മെയിൻ ചെയിൻ ആണ് കേട്ടോ. അത് മെയിൻ ചെയിൻ ആണ്, പക്ഷെ ഇത് മെയിൻ ചെയിൻ അല്ല. ഇത് നിങ്ങൾ എഴുതിയത് ശീലമായിക്കോളും. അപ്പൊ മെയിൻ ചെയിൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടോ നമ്പർ ചെയ്യണം. നമ്പർ ചെയ്തു. ലെഫ്റ്റ് ടു റൈറ്റ് 1 2 3 4 5 തിരിച്ച് നമ്പർ ചെയ്തു. ബാക്കി പറഞ്ഞു. ബ്രാഞ്ചസ് ഉള്ളത് 2 3 ആൻഡ് 4 3ലാണ്. ബ്രാഞ്ച് ഉള്ളത് 2ലും 3ലും ബ്രാഞ്ച് ഉണ്ട്, 3ലും 4ലും ബ്രാഞ്ച് വരുന്നുണ്ട്. ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ ഇത് വരും, ലെഫ്റ്റ് ആണെങ്കിൽ ഇത് വരും. രണ്ടും പ്ലസ് ചെയ്യണം. 5 3 + 4 7. ഇതിൽ ലോവസ്റ്റ് നമ്പർ ഏതാ? 5 ആണ്. അപ്പൊ നമ്മൾ ഈ നമ്പറിങ് എടുക്കും. അല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രേ ഉള്ളൂ, കേസ് ഇത്രേ ഉള്ളൂ. മെയിൻ ചെയിൻ സെലക്ട് ചെയ്യണം, നമ്പർ ഇടണം, ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ലെഫ്റ്റ് നമ്പർ ഇടണം, ബ്രാഞ്ചസ് ഉള്ള കാർബൺ ആറ്റത്തിന്റെ നമ്പേഴ്സ് എടുക്കണം. 2ലും 3ലും ഉള്ളത്, 3ലും 4ലും ഉള്ളത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ലോവസ്റ്റ് നമ്പർ ഉള്ള, ലോവസ്റ്റ് സം ഉള്ള നമ്പറിങ് എടുക്കണം. 2ലും 3ലും ആണ്. ഇനി നെയിം ചെയ്തോ, പറഞ്ഞോ. 2 3 ഹൈഫൺ ഡൈമീഥൈൽ പെന്റൈൻ. ഡൈ ഏതിലും തെറ്റിപ്പോട്ടോ. ഡൈമീഥൈൽ 5 കാർബണാറ്റും പെന്റൈൻ. ഓക്കെ അല്ലേ? ഇപ്പൊ ക്ലിയർ ആയില്ലേ? അല്ല ക്ലിയർ ആയില്ലേ? ടെക്സ്റ്റ് ബുക്കിലോട്ട് വന്നോ. ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ടെക്സ്റ്റ് ബുക്കില് ആ ടോപ്പിക് എടുത്തോ. പേജ് നമ്പർ 104. Nomenclature of hydrocarbons with more than one branch. പെട്ടെന്ന് വായിച്ചു പോകട്ടെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണല്ലോ. If the same branch appear more than once in a carbon chain, the number of branches are to be indicated using prefix. Prefixന് ഒരു F ഉള്ളൂ കേട്ടോ, സഫിക്സിന് 2 F ഉള്ളൂ. തിരുത്തിക്കും.
സഫിക്സിന് 2 എഫ് ഉള്ളത്. SUFFIX. പ്രിഫിക്സിന് 1 എഫ് ഉള്ളു. പ്രിഫിക്സ് 2ക്ക് ഡൈ യൂസ് ചെയ്യും, 3ക്ക് ട്രൈ യൂസ് ചെയ്യും, ടെട്രയ്ക്ക് 4ന് ടെട്ര യൂസ് ചെയ്യും. 5 ആണെങ്കിലോ പറഞ്ഞു നോക്കിയൊന്ന്. 5 സെയിം ബ്രാഞ്ച് വരുവാണ്. പെന്റാന്ന് യൂസ് ചെയ്യും കേട്ടോ. പെന്റ നിർബന്ധമില്ല, പറഞ്ഞു നോക്കുന്നത്. 5 സെയിം ബ്രാഞ്ച് വരുവാണെങ്കിൽ പെന്റാന്ന് യൂസ് ചെയ്യും. 6 സെയിം ബ്രാഞ്ച് വരുവാണെങ്കിലോ ഹെക്സ. 7 ആണെങ്കിൽ ഹെപ്റ്റ. ആവശ്യമില്ല, അത്രയും നമ്മൾ ആവശ്യമില്ല, നമുക്ക് ആവശ്യമില്ലാത്തതാണ്. If the same type of branch is represented more than once, as per rule, numbering should be done either from left to right or from left to right to left, so as to get the lowest number for the branch coming first in the longest tail. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ നമ്മൾ പറഞ്ഞ രീതിയിൽ പഠിച്ചാൽ മതി. സം എടുത്ത് കഴിയുമ്പോൾ അതിൽ ലോവസ്റ്റ് സം. ഫോർ എക്സാമ്പിൾ, നമ്പർ ഓഫ് ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. 7 കാർബൺ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ 7, നമ്പർ ഓഫ് ബ്രാഞ്ചസ് 2, പൊസിഷൻ ഓഫ് ദി ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് 2 ആണ്. അത് നോക്കണ്ട, അത് തൽക്കാലം നിങ്ങൾ വിട്ടേക്ക്. അതിന്റെ സമ്മൊന്നും എടുത്ത് നോക്കി, ഇപ്പൊ ക്ലിയർ ആയിക്കോളും. ആ ബ്രാഞ്ചസിന്റെ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ സംസ് ഒന്ന് എടുത്ത് നോക്കി. ലെഫ്റ്റ് ടു റൈറ്റ് എഴുതുമ്പോ ഏതൊക്കെ പൊസിഷനിലാ ബ്രാഞ്ച് വരുന്നത്? ലെഫ്റ്റ് ടു റൈറ്റില് ഏതിലേക്കാ? 2ലും 4ലും ആണ് ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ വന്നത്. 2ന്റെ 4ന്റെ സം എത്രയാ? 6. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ ഏതൊക്കെ പൊസിഷനിൽ വരും? 4ലും 6ലും. സം എത്രയാ 4 and 6ന്റെ? 10. അപ്പൊ ഏതാ ലോവസ്റ്റ് സം ഏതാ? ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ലോവസ്റ്റ് സം. 6 ആണ്. 2ഉം 4ഉം ആണ്. അപ്പൊ പേര് വരുമ്പോ എന്ത് വരും? 2,4 ഹൈഫൺ 2 ബ്രാഞ്ചസ് സെയിം ആണ്. ഡൈ മീത്തൈൽ 7 കാർബൺ ആറ്റം ഉണ്ട് മെയിൻ ചെയില്. ഹെപ്റ്റൈൽ പേര് വന്നേക്കണുണ്ടോ? ഇനി താഴെ അടുത്ത് നോക്കി. അടുത്ത കോമ്പൗണ്ട്, നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ. എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ? അത് തൽക്കാലം നിങ്ങൾ എഴുതണ്ട, അതിന്റെ IUPACനെയും എഴുതിക്കും. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ച് എഴുതിക്കും നോക്കിയിട്ട്. അതിൽ ഈ പൊസിഷൻ ഓഫ് ദി ഫസ്റ്റ് ബ്രാഞ്ച് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ശരിക്കും അത്ര സ്റ്റെപ്സ് കൂടി വരും. അപ്പൊ സ്റ്റെപ്സ് കൂട്ടണ്ട, സ്റ്റെപ്സ് കുറച്ച് തന്നെ എഴുതാം. പേരിനാ മാർക്ക്, IUPAC നെയിമിനാണ് മാർക്ക്. കിട്ടില്ലേ? പേരെന്ത് വരും? IUPAC നെയിം എന്ത് വരും? അഫ്നാൻ. dimethyl pentane. 2,4-dimethyl pentane. 2,4-dimethyl pentane. പറയുമ്പോ ഹൈഫൺ പറയണമെന്നില്ല കേട്ടോ. 2,4-dimethyl pentane എന്ന് ഡയറക്റ്റ് പറഞ്ഞാൽ എഴുതുമ്പോ ഹൈഫൺ ഇടണം. പറയുമ്പോ 2,4-dimethyl pentane എന്ന് പറയണം. നെക്സ്റ്റ് പേജിലും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി അവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്പർ ദി കാർബൺ ചെയിൻ വായിച്ചോട്ടോ. അത് നമ്പർ ദി കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ ഓഫ് ദി കോമ്പൗണ്ട് ഗിവൺ അബോവ്. Put tick against the correct position number of the branches. So left to right number ചെയ്യുമ്പോൾ ഏതൊക്കെ പൊസിഷനിൽ വരും? ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ ഏതൊക്കെ പൊസിഷനിൽ വരും? 3ലും 5ലും. ഞാൻ മെയിൻ ചെയിന്റെ കാര്യം പറയാത്തത് ഇതിലെ മെയിൻ ചെയിൻ സ്ട്രൈറ്റ് ചെയിൻ ആയതുകൊണ്ടാണ് കേട്ടോ. മെയിൻ ചെയിൻ സെലക്ട് ചെയ്യണം, അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ അതാണ്. 3ലും 5ലാണ് ലെഫ്റ്റ് ടു റൈറ്റ് വരുന്നത്. റൈറ്റ് ലെഫ്റ്റോ? റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യുമ്പോൾ 2ലും 4ലും. ഇതില് ഏതാ സമ്മ? ഏതിന്റെ സമ്മ ചെറുത്? 2,4 ആണ്. അപ്പൊ നമ്മൾ ഏതെടുക്കും? 2,4 എടുക്കും. പേരെന്ത് വരും കോമ്പൗണ്ട്? അയാൻ. ഒരു മിനിറ്റ്.
പേര് പറഞ്ഞ കോമ്പൗണ്ട്. സാർ ഡൈമീഥൈലിനാണോ? കേട്ടില്ല. ഡൈമീഥൈലിനാണോ? കോമ്പൗണ്ടിന്റെ പേര്. ഞാൻ ഏതിന്റെ? പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ കോമ്പൗണ്ടിന്റെ പേര്. സാർ ഡൈമീഥൈൽ. ഒന്നുകൂടി പറഞ്ഞു. ഡൈമീഥൈൽ. മീഥൈൽ. ഈത്തൈലോ? മീഥൈൽ സാർ. മീഥൈലോ? ഈ ഫുൾ പേര് പറഞ്ഞു, ഫുൾ ആയിട്ടുള്ള IUPAC നെയിം പറഞ്ഞ കോമ്പൗണ്ടിന്റെ. ഏതിന്റെ? ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഏത് പേജ് നോക്കിക്കൊണ്ടിരിക്കണം? One not 6 7. 106 എത്തിയല്ലേ? 107 എത്തിയോ? ഓ നീ സ്പീഡാണല്ലോടാ. ഞങ്ങൾ ഇപ്പോഴും 104 ആണ്. നീ ഒരു 3 പേജ് സ്കിപ്പ് ചെയ്തു അല്ലേ? ടൈം ട്രാവൽ ചെയ്താണോ കണ്ടോട്ട്? ഞാൻ അധികം നാള് പോകില്ലാട്ടോ. നീ ക്ലാസ് ശ്രദ്ധിച്ചിരുത്തില്ലെങ്കിൽ ശരിയാവില്ല. സോ കോമ്പൗണ്ടിന്റെ പേര് ഒന്ന് പറഞ്ഞേ ഫാത്തിമ ടിയൻ. 2,4-dimethyl pentane. 2,4-dimethyl pentane ആണോ? ആണോ? നോക്കിട്ട് പറ. എത്ര കാർബണേറ്റ് ഉണ്ട് മെയിൻസിൽ? എണ്ണി നോക്ക്. സിക്സ്. എന്ത് വരും പേര്? ഹെക്സൈൻ. 2,4 ഡൈമീഥൈൽ. മീഥൈൽ ബ്രാഞ്ച് ആണ്. 6 കാർബണാറ്റം ഹെക്സൈൻ. താഴെ അടുത്ത കോമ്പൗണ്ട് 3 ബ്രാഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ പേര് തന്നെ ഒന്ന് എഴുതിക്ക്. പേര് മാത്രം എഴുതിയാൽ മതി. ഓ ഇവിടെ പേര് തന്നിട്ടുണ്ട് കേട്ടോ പിള്ളേരെ. ടെക്സ്റ്റില് പേര് തന്നിട്ടുണ്ട്, നോക്കാണ്ട് എഴുതി നോക്കിക്കോ. തന്നിട്ടുണ്ട് ഓൾറെഡി. കോമ്പൗണ്ട് ഒന്ന് എഴുതാം. 3, 4, 5, 6. ഇതാണ് കോമ്പൗണ്ട്. അഫിൻ. അഫിനെ പറഞ്ഞു നോക്കട്ടെ. 2,3,5 ട്രൈമീഥൈൽ ഹെക്സൈൻ. നെയിം വന്നത് 2,3,5 ട്രൈ മീഥൈൽ ഹെക്സൈൻ. ഇനി സ്റ്റെപ്പ് ഒന്ന് പറയാമോ അഫിനെ? സ്റ്റെപ്പ് പറഞ്ഞു. നമ്പർ ഓഫ് കാർബൺസ് 6. ലോങ് ചെയിനിൽ 6 ആണ്. ലോങ് ചെയിനിൽ 6 കാർബണേറ്റ് ഉണ്ട്. ഇതാണ് ലോങ് ചെയിൻ. ബ്രാഞ്ചസ് 3. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ ഏതൊക്കെ പൊസിഷനിലെ ബ്രാഞ്ച് വരും? 2, 4, 5. 4, 5. 2-ലും 4-ലും 5-ലും വരും. റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യുമ്പോഴോ? 2, 3, 5. 1, 2, 3, 4, 5, 6. 2-ലും 3-ലും 5-ലും വരും.
ഓക്കെ, 3ന്റെ സം എടുത്തേ. സം എടുത്തേ. മുകളിലത്തെ സം എത്രയാ? 11. താഴത്തെ സമോ 10. അപ്പൊ ഏതെടുക്കും? Right is left. ലോവസ്റ്റ് സം എടുക്കും, കുറഞ്ഞ സം എടുക്കും. റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കും. കുറഞ്ഞ സമ്മാണ് എടുക്കേണ്ടത്, 11 അല്ല എടുക്കേണ്ടത്, 10 എടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ നമ്പേഴ്സ് 2, 3, 5 ആണ്. 2, 3, 5 കോമ ഇട്ടിട്ട് എഴുതി. ഹൈഫൺ. 3 ബ്രാഞ്ച് സെയിം ബ്രാഞ്ച് ആണ്. അപ്പൊ ട്രൈ യൂസ് ചെയ്യണം. മീത്തൈൽ എക്സൈൽ. സമയം കഴിഞ്ഞു അല്ലേ? സംശയം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സംശയം ചോദിച്ചിട്ട് പോകണം. നാളെ ഇത് ശരിക്കും നോക്കിയിട്ട് വരണം കേട്ടോ. നാളെ ഇത് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൂ, വേറെ ഒന്നും ചോദിക്കാനില്ല. കോമ്പൗണ്ട് വന്നിട്ട് അതിന് പേര് എഴുതാൻ പറയും. ഓക്കെ, ശരി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Okay.